നമുക്കിന്ന് ഡിന്നറിന് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വേറൊരു സാധനം ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ആൽഫ്രെഡോ പാസ്ത. ഇതിന്റെ റെസിപ്പിക്കൊക്കെ നല്ല പോണം വ്യത്യാസമുണ്ട്. കാരണം ഇതെന്റെ ബ്രദർ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ തന്നെ ഒരു ക്രീമി പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഇഡ്ഡലി ചെമ്പിൽ എല്ലാം കൂടെ വെച്ചിട്ട് ചെയ്യുന്നതായിരുന്നു. അതിന്റെ കമന്റ് ബോക്സ് ഫുള്ള് എന്നെ ഇട്ട് അമ്മാനം ആടുമായിരുന്നു. കാരണം 20 മിനിറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞത് 20 മണിക്കൂറൊന്നായി പോയി. അപ്പൊ ആൽഫ്രെഡോ പാസ്തക്ക് വേണ്ട സാധനങ്ങൾ ഒരു 4-5 വെളുത്തുള്ളി എടുത്ത് ഇങ്ങനെ കുനുകുനാന്ന് പോലെ അരിയണം. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ഈ കുനുകുനാന്ന് എഴുതി വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഫ്ലെയിം തീരെ കുറച്ച് വെക്കണം. ഞാൻ കാണിച്ച പോലെ മണ്ടത്തരം കാണിക്കരുത്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, വീഡിയോയുടെ ശ്രദ്ധയിൽ പോയതുകൊണ്ട് ഗാർലിക് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം. ഫ്ലെയിം തീരെ കുറച്ച് വെച്ചാൽ മതി. ഞാൻ ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനൊരു ചെറിയ ബോട്ടിൽ ഫ്രഷ് ക്രീം ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ഫസ്റ്റിൽ തന്നെ ഞാൻ പാസ്ത വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാനത് ഊറ്റി വേറെ പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്രീം ഒന്ന് കുറുങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ ഇങ്ങനെ കുറുകി വരുമ്പോൾ പിന്നെയും കുറച്ചുകൂടെ ക്രീം കൂടുതൽ കിട്ടും നമുക്ക്. എന്നിട്ട് അതിനകത്തോട്ട് 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചീസും കൂടെ ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് ഇങ്ങനെ കുറുകിയതുപോലെ കിട്ടും. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇവർക്ക് കടയുണ്ട്, അവിടുത്തെ പാസ്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം സാധനം തന്നെ എനിക്ക് പറഞ്ഞു തന്നോണോന്ന്. അങ്ങനെ ചിക്കനൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ചൂടൊന്ന് ആറി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് എല്ലാം മാറ്റി പീസ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ സെറ്റാക്കി വെച്ചേക്കുന്ന ആ ഒരു ക്രീമിനകത്തോട്ട് ഈ ചിക്കൻ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിക്കനും ക്രീമും ഒന്ന് മിക്സ് ആയെന്ന് അറിയുമ്പോഴത്തേക്കും കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കണം. അതിൻ്റെ പെപ്പർ പൗഡറൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കണം. കുറച്ച് ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ ഒരു സ്പൈസി ആയി പോകും. പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്നാണ് ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ആ പാസ്തയിലോട്ട് ഈ ക്രീം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ. പക്ഷേ ഈ സെറ്റാക്കി വെച്ച ക്രീമിനകത്തോട്ടാണ് പാസ്ത ഇടേണ്ടത്. പക്ഷേ എനിക്ക് വലിയ പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്താണെങ്കിലും എല്ലാം സെയിം തന്നെ. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചൂടോടെ തന്നെ കഴിക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.